ഉറങ്ങിയിട്ടില്ല എന്ന ഒറ്റ നിലപാടിൽ തന്നെ അയാൾ അവിടെ നിന്നു. കാരണം അയാൾ ഉറങ്ങിയെന്ന് സമ്മതിച്ചാൽ പവർ ടീം മെമ്പർ ആയിരുന്നിട്ട് കൂടി അയാളും ആ ശിക്ഷ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ജിൻഡോ ആ കള്ളം പറഞ്ഞത്. അങ്ങനെ ഒരുപാട് കള്ളങ്ങൾ നിലനിൽപ്പിന് വേണ്ടി അവിടെ ജിൻഡോ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതേപോലെ തന്നെ ബിഗ് ബോസ് വീട്ടിൽ നിലനിൽപ്പിനായിട്ട് ചിലരവിടെ മോഷണം നടത്തുന്നുണ്ട്. അതും ചെറുതും വലുതുമായ പലതും, പ്രത്യേകിച്ച് ഭക്ഷണ സാധനങ്ങളൊക്കെയാണ്. അവിടെ എല്ലാവർക്കും തുല്യമായിട്ടാണ് ഭക്ഷണം എത്തുന്നത്, പവർ ടീമിനൊഴികെ. അപ്പൊ ബാക്കിയുള്ള റേഷനിൽ എല്ലാവർക്കും തുല്യ അധികാരവും അവകാശവുമുണ്ട്. അപ്പൊ മറ്റുള്ളവരുടെ കൂടി പങ്കാണ് പലരും മോഷ്ടിച്ച് കഴിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതും തെറ്റ് തന്നെയാണല്ലോ. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല കേട്ടോ, ഓൾമോസ്റ്റ് എല്ലാരും ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാ. അപ്പോ അങ്ങനെ മോഷ്ടിച്ച് കഴിക്കുന്ന ആൾക്കാർക്ക് ജിൻഡോ കള്ളം പറയുന്ന ആളാണ് അല്ലെങ്കിൽ കള്ളനാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇന്നലെ ലാലേട്ടന്റെ മുന്നിൽ വെച്ച് ജിൻഡോ പറയാൻ ശ്രമിച്ചതും അതുതന്നെയാണ്. ഇവരെല്ലാവരും കള്ളന്മാരും കള്ളികളുമാണെന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞു. പവർ റൂം അടക്കം സപ്പോർട്ട് ചെയ്യുന്നതും കാണുന്നുണ്ടായിരുന്നു ലാലേട്ട എന്ന് ലാലേട്ടന്റെ മുന്നിൽ വെച്ച് തന്നെ ജിൻഡോ പറയുന്നുണ്ട്. ശരിക്കും അവരുടെ ആ മോഷണ